ഹരി ഓം നാരായണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീ മഹാഭാഗവതം അഷ്ടമസ്കന്ധം. വാമനൻ മഹാബലിയോട് ഭൂമി ദാനമായി ചോദിക്കുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഞാനൊരു തപോധനനന്ദനൻ നിരാധാരൻ, ദീനനായി മഹാത്മാക്കളാധാരമായുള്ളവൻ, താനേ പോന്നിതു സഹായികളില്ലാരും തന്നെ, സാനന്ദം പലേടത്തും സഞ്ചരിക്കയും ചെയ്യും. പേരവരവരെല്ലാം അന്നു പലതരം, ഓരോരോ നിമിത്തങ്ങൾക്കോരോന്നേ ചൊല്ലിപ്പോരു, മൂലങ്ങളവയോരോന്നറിവാനരുതാത ബാലനെന്തഹോ പറയുന്നതു മഹാമതേ. നീയൊരു മഹാത്മാ ധർമ്മിഷ്ഠനെത്രയും നിത്യം, മായമെന്നിയെ ദേവബ്രാഹ്മണ പിതൃഭക്തൻ, ദാനവാന്വയത്തിങ്കൽ പണ്ടു കീഴുണ്ടായതിൽ, താനിവനധികനത്യുത്തമൻ മഹാബലി. ദീനന്മാരപേക്ഷിച്ചതെല്ലാമേ മടിയാതെ ദാനം ചെയ്തിടുന്നു പോലാവോളം ദിനം പ്രതി, മാനസം തെളിഞ്ഞേവമെല്ലാരും ചൊല്ലിയിടുന്നതാനന്ദത്തോടെ കേട്ടു കാൺമാനായി വന്നിടിനേൻ. വാമനൻ പറഞ്ഞതു കേട്ടുടൻ വൈരോചനി താമസമൊഴിഞ്ഞു ചൊല്ലിടിനാനെടോ വടോ നീ, തവ മനോഗതമായതു ചൊല്ലിക്കൊണ്ടാൽ ചേതസി മടിയാതെ ഞാനതു തരാമല്ലോ. രാജ്യമോ ദേശങ്ങളോ മന്ദിരങ്ങളോ, ബഹുപൂജ്യനാം നിനക്കർദ്ധഭൂഷണവരങ്ങളോ, വസ്ത്രമോ പശുക്കളോ രത്നമോ സുവർണമോ, ഭക്തമോ തിലതൈലധാന്യൈക സമൃദ്ധിയോ, പത്നിയോ സഖികളോ ദാസികൾ ദാസന്മാരോ, പത്തിയോ മമാന്തികേ നിത്യാധിവാസത്വമോ, ശ്രദ്ധയെന്തോന്നു പറഞ്ഞിടിനാൽ നൽകിയിടുവൻ, ഉൾത്താരിൽ മടിക്കയിൽ ഒന്നിനു മറികടോ, വല്ലതും അഭിപ്രായമായതങ്ങെന്തെന്നതു ചൊല്ലുക ഭവാനെന്നു ചൊല്ലിക്കേട്ടതു നേരം. ചൊല്ലിനാൻ വടുരൂപിതാനെനിക്കതുകളിലില്ല അഭിരുചി, തുലോമൽപമായുള്ളോന്നത്രേ. ചൊല്ലുവാനതു ഭവാനോടു ഞാൻ നാണിക്ക കൊണ്ടല്ലോ മന്ദിച്ചിടുന്നു, ചൊല്ലുകെന്നതും വന്നു. ചൊല്ലുവനെങ്കിൽ കേട്ടുകൊള്ളുക ഭവാനെനിക്കല്ലലെന്നിയെ തവം ചെയ്തു കൊണ്ടനുദിനം, കല്യാണാത്മനാ വാഴ്വാൻ മൂന്നടി പ്രദേശമിങ്ങെല്ലാ നാളേക്കും നൽകിയിടേണമെന്നതേ വേണ്ടൂ. മറ്റു ചോദിച്ചതൊന്നും എനിക്കു വേണ്ടിയില്ല ഞാൻ, മുറ്റുമെൻ പാദം കൊണ്ടു മൂന്നടി ഒഴിഞ്ഞടോ, ആർക്കാനുമുള്ളേടത്തു ചെന്നിരുന്നേതാനുമൊന്നോർക്കുമ്പോൾ കുറഞ്ഞൊന്നു നീങ്ങേണമെന്നാകിലോ. പേർത്തു മറ്റെവിടെ പോയി ചെന്നിരുന്നിടേണ്ടു ഞാൻ ഓർത്താലും, വലിയൊരു സങ്കടമല്ലേ പാർത്താൽ. കേൾക്കണം ഭവാനിതെന്നിങ്ങനെ ജഗന്മയൻ ആഖ്യാനം ചെയ്താനതു കേട്ട സുരേന്ദ്രൻ ചൊന്നാൻ. ആഖ്യാനം
ചെയ്താനതു കേട്ട സുരേന്ദ്രൻ ചൊന്നാൻ, നോക്കേട്ടോ വടോ തവ ചിന്ത എന്തിനു പുനരാർക്കും ചേരാതോരവസ്ഥാന്തരമലമലം. മൂന്നടി പ്രദേശം കൊണ്ടെന്തിനാകുന്നു തവ ചെന്നു നിന്നുടൻ വലം വയ്ക്കുവാൻ കൂടെ പോരാ. മാന്യന്മാർക്കൊരുവരോടർത്ഥിപ്പാൻ മടിയാകും. തോന്നിയതതു തന്നെ നിന്നുട മനക്കാമ്പിൽ. ഞാൻ അറിഞ്ഞിതു പരമാർത്ഥമെന്നതിന്നു നിൻ മനസ്സേ ശങ്കിക്കേണ്ട ദീനവത്സലനഹം. വാനസ്ഥാനൈകാഗ്രഹിയാകിയ നിനക്കു ഞാൻ മേദിനീസ്ഥാനെ വേണ്ടുന്നിടത്തു ചൊല്ലിക്കൊണ്ടാൽ കേവലമൊരു രാജ്യത്തോടെ നൽകുവനല്ലോ പാവനാത്മനാ ഭവാൻ തദ്വിഷയത്തെയെല്ലാം. സ്വാധീനമാക്കിക്കൊണ്ടു വാഴുക തപസ്സും ചെയ്താധികളുണ്ടാകേണ്ട ഞാനുടയതു നിത്യം. ദാനവനേവം പറഞ്ഞിടിനോരളവിങ്കൽ സാനന്ദം മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തു നാഥൻ. ത്രൈലോക്യാധിപനായ നിന്നുടെ സൗജന്യവാക്കാലംബിച്ചേവം തന്നെ വേണമെന്നതു നൂനം. ഞാൻ അതിനതിബാലൻ, ബുദ്ധിശക്തിയുമില്ല ദീനനെത്രയും തപശീലനത്യാനന്ദാത്മാ. മാനികൾ അഖിലാർത്ഥകാമികൾ മഹീന്ദ്രന്മാർ മാനവേന്ദ്രന്മാരവരോടിട തുടർന്നല്ലോ. രാജ്യങ്ങൾ വന്നു ന്യായമതു രക്ഷിപ്പാനുള്ള യോഗ്യനല്ലതുകൊണ്ടു രാജ്യമാഗ്രഹമില്ല. ദേശങ്ങൾ പുരങ്ങളുമാലയങ്ങളും വേണ്ട, കോശധാന്യാർത്ഥങ്ങളും ആശയില്ലെനിക്കെടോ. കാനനേ തപം ചെയ്തു വാഴ്വാനായി ചെല്ലുന്നേടം പാനീയം തരികൊരു മൂവടി പ്രദേശം മേ. നീ എനിക്കതുകൊണ്ടു മതിയെന്നുറപ്പിച്ചു മായാവാമനൻ വചോരീതികൾ കേൾക്കായപ്പോൾ. ദാനവപ്രവരനും ചൊല്ലിനാൻ, അതേ ഭവൻ മാനസേ കൊതിയുള്ളു കേവലമെന്നാക്കിലോ. ഞാനതു തരാമതു പോരായെന്നത്രേ മമ മാനസഗതിയതു മതിയെന്നിരിക്കിലോ. നീർത്തരാം ഭൃംഗാരകമിങ്ങെടുക്കെന്നു ചൊല്ലും പോതു ഭാർഗവൻ വേറെ വിളിച്ചു ചൊല്ലിയിട്ടിനാൻ. നീ ഇതെന്തിനു തുടങ്ങിയിടുന്നു ശുദ്ധാത്മനാ മായാവൈഭവം പരമാർത്ഥമെന്നോർത്തിയിട്ടൊല. മായാമാനുഷനിവൻ വാമനൻ വടുവല്ല, മായാവേഷത്തെ പരിഗ്രഹിച്ചുള്ളവനത്രേ. കായാവിൻ മലർനിരയോടെതിർപ്പേശും മൃദുകായ സൗഭഗത്വവുമാജാനുബാഹുക്കളും സാരസദലായതലോചനാഭാംഗങ്ങളും സ്മേരസുന്ദരലളിതാനനവിലാസവും. ഈ വണ്ണം കാൺമാനുണ്ടോ കേവലം മറ്റാർക്കാനും. മാധവനിവൻ വടുരൂപിയായി വന്നാനെന്നു ബോധമറ്റുണർന്നറിഞ്ഞിടണം ഭവാനിപ്പോൾ. ഞാനിതിനൊരു രഹസ്യോക്തിയും നട്ടേ തന്നെ. ദാനവപ്രഭോ കേട്ടിട്ടുണ്ടതും കേൾക്കണം നീ. താനഹോ ദേവേന്ദ്രനെ വെന്നിഹ ജഗത്രയം സാനന്ദം നിനക്കടക്കിയിടിന കാലത്തിങ്കൽ. കശ്യപഗൃഹത്തിങ്കൽ അതിഥി തനയനായി കാശ്യപീവരൻ വടുവാമന വേഷത്താലെ ജാതനായി ജഗത്രയം നിന്നോടു വാങ്ങി പുരുഹൂതനു കൊടുപ്പാനുണ്ടാരംഭിച്ചിരിക്കുന്നു. കേവലമേവം ജനശ്രുതികളതുമിതും ദേവാരെ പുനരൊന്നായി ചേർന്നു വന്നിരിക്കുന്നു. നീ ഇവയെല്ലാം വിചാരിച്ചു കൊണ്ടിവിടെ ഇക്കാര്യമാവോളം വിചാരിച്ചു ചെയ്യണം പ്രഭോ. മൂവടിക്കവനി നീ നീർ കൊടുത്തിടുന്നാകിൽ മൂവടി ജഗത്രയമടക്കിയളന്നു പോം. ചേതസി ഭവാൻ അറിഞ്ഞില്ലെങ്കിൽ ചൊല്ലിത്തരാം. നീ തെളിഞ്ഞറിഞ്ഞുണർന്നെന്നുട നിയോഗത്താൽ. വാമനൻ തന്നോടടുത്തങ്ങനെയൊരു ദിനം താമസമൊഴിഞ്ഞു വന്നിടുവാൻ പറഞ്ഞുടൻ. പോയാലും ഇപ്പോഴെന്നങ്ങാദരിച്ചയച്ചാലും
നീ യഥാമതം കൊടുത്താനന്ദസമന്വിതം ന്യായമായി പറഞ്ഞതെപ്പേരുമേ തരാമെന്നു മായമെന്നിയെ ചൊന്നതെങ്ങനെ മറിച്ചിനി. ഞാൻ അവനോടു പറഞ്ഞിടുന്നതെന്നല്ലല്ലി മാനസേ വിചാരമൊന്നായതു ഭവാനിപ്പോൾ. കേളതുപോരും പിഴയല്ല തങ്ങളിൽ ചേർന്നു കേളികൾ ചൊല്ലുമ്പോഴും നാരികളോടും പിന്നെ വേളിയെ സന്ധിപ്പിപ്പാനായിക്കൊണ്ടു ചൊല്ലുമ്പോഴും വീളാതവണ്ണം ധനമൊക്കവേ പോകുമ്പോഴും ജീവനം തന്നെ പൊയ്പോമെന്നു തോന്നിയിടുമ്പോഴും ആവതുണ്ട സത്യമെന്നുള്ളത് കേട്ടിട്ടില്ലേ. താവകം മനക്കാമ്പിലെന്നതു നിരൂപിച്ചും ഈ വണ്ണം തൂഷ്ണീം ഭാവം തേടായികയെന്നെല്ലാം ശുക്രൻ ചൊന്ന വാക്കുകളൊന്നും ആദരിച്ചിടാതെ താൻ തന്നിലെ നിരൂപിച്ച സത്യസങ്കൽപ്പത്താലേ എന്നെയും ജഗത്രയം തന്നെയും ഭവാനെയും തന്നെയും ഉടയതായി നിന്നീടും ജഗത്സ്വാമി തന്നെ തിരുവുള്ളമെങ്ങനെ എന്നാലതേ വന്നീടു വരുത്താവതൊന്നില്ല നമ്മാലേതും. നിർണയമെന്നീ വണ്ണമുറച്ചു വടുരൂപികർണസ്സെ കൊടുപ്പാനായി ആരംഭിച്ച സുരേന്ദ്രൻ നിന്നുറച്ചതു കണ്ടു ശുക്രനും ശാപം ചെയ്താൻ എന്നതുകൊണ്ടും ഭ്രമിച്ചീലവനകക്കാമ്പിൽ. സത്യത്തെ സമാശ്രയിച്ചുത്ഥാനം ചെയ്താനുദകത്തെയും ഭൃംഗാരകം തന്നിലാവാഹിച്ചുടൻ സത്വരം വടുരൂപി തന്നെ താൻ വിളിച്ചുകൊണ്ടുൾത്താരിൽ ശ്രദ്ധിച്ചതെന്തിപ്പോൾ ഞാൻ തരാമല്ലോ കാട്ടുക തവ കരപങ്കജമെന്നും ചൊല്ലി നീട്ടിനാൻ നിജകര സംസ്ഥമാം ഭൃംഗാരകം. മൂവടി പ്രദേശമിങ്ങാശയെന്നുടൻ വടുരൂപിയുമെഴുന്നേറ്റു ചെന്നു കൈകാട്ടും നേരം ദാനവൻ നിനക്കൊത്തേടത്തു മൂവടി നിലം ഞാനിഹ തന്നേനെന്നു നൽകിനാനുദകവും. താനതിലൊരു കരടായി കിടന്നു ശനസും പാനീയം വീഴും മുഖമടച്ചു കൊണ്ടിടിനാൻ. വാമനനതു സൂക്ഷ്മമറിഞ്ഞങ്ങതു നേരം തൂമയോടൊരു ദർഭാഗ്രേണ താൻ കുത്തിയിടിനാൻ. കുത്തുകൊണ്ടു ശനോദൃക്കൊന്ന നൊന്തഴൽപ്പെട്ടു ചീർത്ത വേദനയോടെ നീങ്ങിനാൻ ഒരു ഭാഗം. ദാനവാരിയും തൃക്കൈ നിറഞ്ഞു വഴിഞ്ഞ ദിക്ഷോണിയിൽ കരതലപ്പൊയ്കയൊന്നുണ്ടായി വന്നു. ദാനവാരിയെ ഗ്രഹിച്ചിടിനോരളവിങ്കൽ ദാനവാരിയും വളർന്നിടിനാനനുക്ഷണം. ദാനവാരിയെ കണ്ടു ദാനവാരീന്ദ്രൻ താനും ദാനവാരിത്വം ഗ്രഹിച്ചിടിനാൻ കൂട്ടത്തന്നെ. ദാനവാന്വയ ഗുരു വാണി ഞാൻ കേളായിക്കയാൽ ദാനവാനായേനെന്നു തന്നുള്ളിൽ തോന്നിക്കൂടി. ദാനവാരികൾ വാദ്യഘോഷം ചെയ്താക്കും വണ്ണം ദാനവാരിക്കു ചൂഴും വന്നടുത്തിതു മോദാൽ. ദാനവാരിയെ കൊണ്ടു ദാനവാരിയും തത്ര താനധ ബഹുകൃതരൂപിയായി ചമഞ്ഞുടൻ. ഭൂലോകമടിയൊന്നായടക്കിയളന്നു തൃക്കാലടി രണ്ടാമതു കൊണ്ടുടൻ സ്വർഗത്തെയും. കാലേ താനളന്നു മൂന്നാമതങ്ങുയർത്തിയ കാലടി പെരുവിരൽ നഖരം കൊണ്ടു മധ്യേ ബ്രഹ്മാണ്ഡം പിളർന്നു ബാഹ്യാമൃതപ്രവാഹിനി നിർമ്മല ജഗൽ പ്രസിദ്ധോദയ ഹരിപദം തന്നാലേ മഹാഗംഗതാനുളവായൊളിങ്ങുമന്നിടം തന്നിൽ പാപമാലിന്യം പോക്കിയിടുവാൻ. അങ്ങനെ വിഷ്ണുപദം ശോഭിച്ചു കാണായളവങ്ങരവിന്ദോദ്ഭവനാദികളെല്ലാവരും വന്നുടൻ ഭഗവൽപാദാബ്ജക്ഷാളനം ചെയ്തു നിന്നു വന്ദിച്ചു പൂജിച്ചർച്ചിച്ചു സേവിക്കുമ്പോൾ പിന്നെയും ശ്രീപാദാബ്ജക്ഷാളന ജലനിധി ചെന്നൊന്നായി കൂടി നിന്നൊഴുകുകയാലേ മന്നിടമെല്ലാം സർവപാപങ്ങൾ ഒഴിഞ്ഞിടരെന്നിയെ തെളിഞ്ഞു നിന്നാനന്ദിച്ചിതുമേന്മേൽ.
നിമ്നകാ വിഷ്ണുപതി തന്നുട മഹിമകൾ നമ്മാലോർത്തവർണ്യമെന്നന്വഹം വന്ദിക്കുന്നേൻ. അന്നേരം ജഗന്നാഥൻ തൻ മനോഹിതമറിഞ്ഞമ്പരകേന്ദ്രാദ്യന്മാരാകും പാർഷദന്മാരും വന്നഖിലേശൻ തന്നെ വന്ദിക്കുമ്പോഴതന്യൂന്യഖേദാകുലകോപമോടസുരരും ചെന്നുടനമരകളോട് പോർ തുടങ്ങിനാരുന്നത ബഹുലഘോരാരവപൂരത്തോടും. സംഗ്രാമമിട കലർന്നിടിനോരവസ്ഥയിലങ്ങേറെ മരിച്ചിദാനവപ്രവരരും തുങ്കന്മാരായ ധനുജാവലി യുദ്ധത്തിങ്കലങ്ങുടൻ മരിച്ചൊടുങ്ങുന്നതു കാണായപ്പോൾ മംഗലനായ മഹാബലി താനോടിച്ചെന്നു സംകരമൊഴിക്കെന്നു ദാനവന്മാരോടെല്ലാം നന്നായി പറഞ്ഞനുസരിച്ചു വാങ്ങിച്ചപ്പോൾ ചെന്നധോലോകം പ്രാപിച്ചിടിനാരസുരരും. ശൃംഗാരയോനിപ്രസൂവല്ലഭൻ നാരായണനങ്കജരിപു സേവ്യൻ തന്നിയോഗത്താലപ്പോൾ ഖിന്നനായി നിൽക്കും ധനുജേന്ദ്രനെ സരഭസ ചെന്നഹി കുലാകാലൻ വാരുണപാശത്താലേ. ഖിന്നനായി നിൽക്കും ധനുജേന്ദ്രനെ സരഭസം ചെന്നിഹ കുലകാലൻ വരുണപാശത്താലേ പിടിച്ചു കെട്ടി സകലേശ്വരപാദത്തിങ്കൽ അടുക്ക വെച്ചു നമസ്കരിച്ചു നിൽക്കും നേരം പുതുപ്പുഞ്ചിരി കലർന്നമർത്തേന്ദ്രാനുജൻ താൻ ദിതിസന്തതീന്ദ്രനോടരുളിച്ചെയ്തിടിനാൻ. മൂവടി പ്രദേശമങ്ങെനിക്കു വസിപ്പാനായി നീ വലം കരതാരിൽ നീർത്തരികയാലല്ലോ കേവലം മമ പാദം കൊണ്ടളന്നിതു ഞാനും താവകമിവിടെയൊന്നുള്ളതു രണ്ടായിപ്പോൾ ശേഷമെന്തിനീയളക്കാവതു നിനക്കതിൽ ഈശലെന്നിയെ പറഞ്ഞിടടോ മടിയാതെ. സത്യവാക്കിവിടെ നിന്നെന്നോടു പറഞ്ഞതു മിഥ്യയായി ചമയ്ക്കരുതുത്തമ പ്രഭോ ഭവാൻ. സത്യരക്ഷയിൽ വലുതായൊരു ധർമ്മം പാർത്താൽ ഈ ത്രിലോകികൾക്കില്ലെന്നുള്ളതങ്ങകതാരിൽ നിശ്ചയിച്ചിരിക്കുന്ന നിന്നോടാവർത്തിച്ചു ഞാൻ അച്ഛമാനസ പരയേണമോ വിശേഷിച്ചു സച്ചിദാനന്ദ സ്വയം ജ്യോതിരവ്യയൻ തന്നെ സത്യമായതു പരമാത്മാവു പരബ്രഹ്മം. അങ്ങനെയുള്ള പരമാർത്ഥ തത്വത്തെ മറന്നിങ്ങനിക്കിനി ശേഷം തികച്ചു തന്നീടായ്ക്കിൽ ചെന്നിനീം നരകത്തിൽ തന്നെ നീ കിടക്കണം എന്നു വന്നിടുമതിനില്ല സംശയമേതും എന്നെല്ലാം ജഗന്നാഥൻ താനരുൾ ചെയ്യുന്നേരം ഖിന്നനായി മഹാബലി വന്ദിച്ചു ചൊല്ലിയിടിനാൻ. നിന്തിരുവടിയുടെ മായാവൈഭവം പാർത്താൽ അന്തരാ തിരിച്ചറിയാവതല്ലെനിക്കേതും. ബന്ധുവത്സലനായ നിന്തിരുവടി തുലോ മന്ധനാമടിയനുള്ളേടമൊക്കെയും ഇപ്പോൾ രണ്ടടിയായിക്കൊണ്ടളന്നിടിനാനിനി ശേഷമുണ്ടൊരു ശരീരം മാത്രം മമ ശേഷിച്ചിപ്പോൾ മച്ചിരോ ഭുവി തൃക്കാൽ വെച്ചുകൊണ്ടടിയനാലുക്തമാം സത്യം രക്ഷിക്കണമേ ദയാനിധേ എന്നേവം തൊഴുതു വന്ദിച്ചു ചൊല്ലിയിടുന്നേരം വന്നുടൻ ഭഗവൽ ശ്രീപാദാബ്ജദ്വന്ദ്വം തന്നെ തന്നുള്ളിൽ മുഴുത്തഴും ഭക്തി പൂണ്ട സുരേന്ദ്രൻ വന്ദിച്ചു നമസ്കരിച്ചിടിനാൻ പ്രഹ്ലാദനും. തന്നുട ഭക്തന്മാരിലുത്തമൻ തന്നെ കണ്ടു തന്നെ താൻ മറന്നാനന്ദിച്ചിതു ഭഗവാനും. രമ്യചേതസ ഭഗവൽ സ്വരൂപത്തെ കണ്ടു നിർമ്മലൻ കൂപ്പിസ്തുതിച്ചന്തികേ നിൽക്കുന്നേരം ഖിന്നനാം വിരോചന നന്ദനൻ താനും ചെന്നു സന്നിധോ പിതാമഹൻ തന്നടി വണങ്ങിനാൻ. ബ്രഹ്മാവും ബ്രഹ്മാത്മകനായ ദേവേന്ദ്രാനുജൻ തന്മലരടി കൂപ്പി നിന്നുടനുണർത്തിച്ചാൻ. നിർമ്മലൻ ധർമ്മിഷ്ഠനായുള്ളവനി ഇവനുടെ കൽമഷമൊഴിച്ചു ബന്ധത്തെയുമഴിച്ചുടൻ നന്നായങ്ങനുഗ്രഹം ചെയ്തയക്കണം പുനരെന്നുണർത്തിക്കുന്നേരമരുളി ചെയ്തു ദേവൻ. ഞാൻ അനുഗ്രഹം ചെയ്യുവാൻ കാലമായി വരുന്നവൻ ദീനനായി വരുമതിൻ മുൻപിലെന്നറിഞ്ഞാലും
മാനസമതം ധനഹേതുനാ ഭവിച്ചിടും മാനുഷാദികൾക്കതു താനേ പോയകലുമ്പോൾ. പുത്രനായി വരും അവൻ അപ്പോഴുതനുഗ്രഹഹേതുവും ഭക്ത്യാ ഭവിച്ചിടുമെന്നറിക നീ. ആകയാൽ ഇവൻ മഹാമായയെ ജയിച്ചവനേകദാ നിജധനമൊക്കവേ നശിച്ചപ്പോൾ. മനസ്സേ ചെറുതൊരു സംഭ്രമമുണ്ടായില്ല, ദാനവനതിശുദ്ധമാനസനായാനിപ്പോൾ. കേവലമിനി മമ ലോകം പ്രാപിക്കുമിവൻ, സാവർണി മനുവിങ്കലിദ്രനാകയും ചെയ്യും. അത്ര കാലവും സുതലത്തിങ്കലിരിക്ക പോയത്യന്തം മമ ബദഭക്തി പൂണ്ടനുദിനം. അത്ര കാലവും സുതലത്തിങ്കലിരിക്ക പോയത്യന്തം മമ പദഭക്തി പൂണ്ടനുദിനം. മുക്തനായി വരികെന്നു മുഗ്ധഹാസവും കലർന്നുത്തമ പുമാനരുൾ ചെയ്തുടനവനുടെ മസ്തകമധ്യേ തൃക്കാൽ വെച്ചു മൂവടി തികച്ചെത്രയും നന്നായി വരികെന്നയച്ചരുളിനാൻ. തക്ഷണം പ്രദക്ഷിണം ചെയ്തുടൻ നമസ്കരിച്ചുൽക്കനിവിയെന്നതിഭക്തനാം പ്രഹ്ലാദനും ഭക്തവത്സല പ്രസാദത്തെയും വഹിച്ചുകൊണ്ടൊക്കെ തക്കവേ പൗത്രൻ തന്നോടു കൂടപ്പോയാൻ. ചെന്നവർ മുകുന്ദപാദാബ്ജവും ധ്യാനിച്ചുകൊണ്ടന്വഹം സുതലത്തിൽ വാണാരങ്ങിരുവരും. പിന്നെയങ്ങുടൻ ഭൃഗുനന്ദനാജ്ഞയാ ബലി തന്നുട മഖശേഷം ചെയ്തു കൂട്ടിനാൻ മോദാൽ. ഇങ്ങനെ മഹാബലിയോട്ടുടൻ ത്രൈലോക്യം പണ്ടിങ്ങു മൂവടിയായിക്കൊണ്ടിന്ദ്രനു നൽകിയിടിനാൻ. അന്നനന്തരം ബ്രഹ്മാവാദികൾ അഖിലരും ഒന്നിച്ചു നിഗമാന്തവാക്യ ശബ്ദാർത്ഥങ്ങളാൽ ചിന്മയപദം കൂപ്പി സ്തുതിച്ചങ്ങുവേന്ദ്രനായി നിർമ്മലൻ തനിക്കഭിഷേകവും ചെയ്തിടിനാർ. മംഗലൻ നാരായണൻ തന്നനുഗ്രഹവശാൽ അങ്ങമരേന്ദ്രൻ താനും സൗഖ്യമായി വാണിയിട്ടിനാൻ. എന്നെല്ലാം ത്രൈവിക്രമം കേട്ടു തന്നകം തെളിഞ്ഞന്നേരം തൊഴുതു മത്സ്യാവതാരത്തെ കേൾപ്പാൻ. മന്നവനത്യാഗ്രഹം പൂണ്ടപേക്ഷിച്ചാനെങ്കിൽ നിന്നുള്ളം തെളിഞ്ഞു കേൾക്കെന്നു ശ്രീശുകൻ ചൊന്നാൻ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം നാരായണ.